മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ സെലക്റ്റീവ് അപ്മോക്ക് ഇന്നലെയും കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളാണ് മുന്നേറ്റം കണ്ടിട്ടുള്ളത്. വെസ്റ്റേൺ ഡിജിറ്റൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ സീഗേറ്റ് ടെക്നോളജീസ്, ഡെൽ ടെക്നോളജീസ്, ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈക്രോൺ, AMD സ്റ്റോക്കുകളും ഇന്നലെ റെക്കോർഡ് ഹൈനടുത്താണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റൊരു ചിപ്പ് മേക്കിംഗ് കമ്പനിയായ NVIDIA സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ബെറ്റർ ആയിരുന്നു, ഒപ്പം ആമസോണും ബെറ്റർ ആയിരുന്നു. ഇനി നമ്മൾ കമോഡിറ്റി മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗോൾഡിലും സിൽവറിലൊക്കെ വലിയ വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. ഗോൾഡിൽ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ സെല്ലിംഗ് ന്യൂസ് ഇന്നലെ മോർണിംഗിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. $4833.9 പെർ ഔൺസിൽ നിന്ന് $4668 വരെയൊക്കെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4740 പെർ ഔൺസിനാണ്. സിൽവറിലും അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് കണ്ടിരിക്കുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ നിന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു പുതിയ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. സീസ് ഫയർ അദ്ദേഹം ഇൻഡെഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും വളരെ കൗതുകകരമായിട്ടുള്ള അനൗൺസ്മെന്റുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ മാർക്കറ്റുകളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റുകളൊക്കെ ഒരു പരിധിവരെ ഡിസ്കണ്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതേസമയം ഹോർമൂസ് കടലിൽ കൂടിയുള്ള ഷിപ്പുകളുടെ സഞ്ചാരമൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ക്രൂഡ് ഓയിൽ പ്രൈസിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഫർദർ ബ്രന്റ് ക്രൂഡ് ഓയിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. മേജറായിട്ടുള്ള ഡൊമസ്റ്റിക് ഇവന്റ് എന്ന് പറയുന്നത് നമ്മുടെ Q4 റിസൾട്ടുകൾ തന്നെയാണ്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ നെസ്ലെ, പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ഒക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ്. Q4 ആനുവൽ റിസൾട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നും ധാരാളം റിസൾട്ടുകൾ വരാനുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂസ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ BEMൽ 975 കോടി ഡിഫൻസ് ഓർഡർ ബാഗ് ചെയ്തിരുന്നു. ഹിൻഡാൽകോ സെൻസസിലേക്ക് എൻട്രിയാണ്. ജൂൺ 19 ട്രേഡിങ്ങിന് ശേഷം റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ട്രെൻഡിനെയാണ് ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. സുസ്ലോൺ ഒരു പുതിയ ടർബനായിട്ട് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് റീ എൻട്രിയാണ്. മുമ്പ് ഉണ്ടായിരുന്നു. ഹൈ കപ്പാസിറ്റി ടർബൻസ് ആണ് സുസ്ലോൺ യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രപ്പോസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. അമരരാജ ബാറ്ററീസ് ആവട്ടെ, ലിഥിയം അയോൺ ബാറ്ററിയുടെ ബൾക്ക് പ്രൊഡക്ഷൻ 2027 ആരംഭിക്കാണ്. ഒപ്പം ക്യാപെക്സ് 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി എനർജി സിസ്റ്റംസും അതുപോലെ തന്നെ ലിഥിയം അയോൺ ബാറ്ററി പ്രൊഡക്ഷനൊക്കെ ആയിട്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഇനി ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക സംഘർഷത്തിന് എന്തെങ്കിലും സെറ്റിൽമെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് മാർക്കറ്റിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. മറിച്ച് ഹോർമോസ് കടലെടുക്കുക വലിയ രീതിയിൽ ഡിസ്റപ്ഷൻ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും മുന്നേറിയേക്കാം. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളുണ്ട്. സ്വർണത്തിൻ്റെയും അതുപോലെ തന്നെ സിൽവറിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെൻട്രൽ ബാങ്കുകളുടെ മാർച്ച് മാസത്തെ ഡാറ്റയാണ് ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോ ന്യൂസ് ഫ്ലോസ് വരുമ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റ് ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡിലും സിൽവറിലൊക്കെ നമുക്കൊരു വൊളാറ്റിലിറ്റിയും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.